അപ്പോൾ ശരിക്കും പഠിച്ച് ഒന്നാം റാങ്ക് മേടിച്ച് എയിംസിലേക്ക് അഡ്മിഷൻ കിട്ടേണ്ടവന് അത്രയും പേർക്ക് വലിയ നഷ്ടമല്ല. ആ ഒരു 50 പേര് ആരായി? വെറും വെഡ്ഡികളായി പോയില്ലേ ഈ ഒരു റിസൾട്ട് വെച്ചിട്ടാണ് അഡ്മിഷൻ കൊടുക്കുന്നതെങ്കിൽ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഇത്. അതായത് നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികളെ ബാധിക്കുന്നൊരു കാര്യമാണ്. വിദ്യാർത്ഥികളെ മാത്രമല്ല, നമ്മളെ ഡയറക്റ്റ് ബാധിക്കുന്നൊരു കാര്യമാണ്. കാരണം ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് നാളെ ഡോക്ടേഴ്സ് ആകേണ്ടവരാണ്, നമ്മളെയൊക്കെ ചികിത്സിക്കേണ്ടവരാണ്. അപ്പോൾ അവരെ ബാധിക്കുന്ന കാര്യം, വിദ്യാർത്ഥികളെ ബാധിക്കുന്ന കാര്യം എല്ലാം തന്നെ നമ്മളെ പ്രശ്നമാണ്. അതിനപ്പുറത്തേക്ക് നമ്മളെ വളരെ പേഴ്സണലി ബാധിക്കാൻ ശേഷിയുള്ള ഒരു പ്രശ്നം കൂടിയാണ്. എന്താണ് സംഭവം എന്ന് പറയാം. ജൂൺ 4-ാം തീയതി എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ലോക്സഭാ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുകയുണ്ടായി അല്ലേ. രാജ്യം ആര് ഭരിക്കുമെന്ന് അതിൽ നിന്നാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും രാവിലെ മുതൽ, വെളുപ്പിനെ മുതൽ മാധ്യമങ്ങൾ കാണുകയാണ്. അത് രാത്രിയായപ്പോഴാണ് തീർന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. മാധ്യമങ്ങളിൽ ഇത് മാത്രമായിരുന്നു അന്ന് വാർത്ത ഉണ്ടായിരുന്നത് ജൂൺ 4-ാം തീയതി. ഇന്ന് ജൂൺ 8-ാം തീയതി ഇപ്പോഴും ഇലക്ഷനെ പറ്റിയിട്ടുള്ള വാർത്തകൾ തീർന്നിട്ടില്ല, സത്യപ്രതിജ്ഞ ആയിട്ടില്ല. അതുവരെ അത് കഴിയുമ്പോഴും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞ്, റിസൾട്ട് കഴിഞ്ഞ് ഒരാഴ്ചയോളം അതിൻ്റെ ഒരു ചൂട് എന്തായാലും ഉണ്ടാകുമല്ലേ. പക്ഷേ ജൂൺ 4-ാം തീയതി നമ്മളുടെ ലോക്സഭ ഇലക്ഷൻ റിസൾട്ട് പബ്ലിഷ് ചെയ്ത അതേ ദിവസം തന്നെ മറ്റൊരു സുപ്രധാന റിസൾട്ടും പബ്ലിഷ് ചെയ്യുകയുണ്ടായി. മറ്റൊന്നുമല്ല, നീറ്റ് എന്ന് വിളിക്കുന്ന, NEET എന്ന് വിളിക്കുന്ന ഒരു ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ മത്സര പരീക്ഷകളിൽ ഒന്നാണ് ഇത്. നീറ്റിൻ്റെ ഫുൾ ഫോം നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്നാണ്. എന്തിനാണ് ഈ പരീക്ഷ എഴുതുന്നത്, അല്ലെങ്കിൽ ഈ പരീക്ഷ എഴുതി റാങ്ക് മേടിച്ചാൽ നമുക്ക് എന്താണ് ലഭിക്കുക എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ അനുബന്ധ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനമാണ് നമുക്ക് ലഭിക്കുക. ഇപ്പോൾ എങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്ന് അറിയാം. അതായത് നമ്മുടെ രാജ്യത്തുടനീളം ഒരുപാട് മെഡിക്കൽ കോളേജുകളൊക്കെ ഉണ്ടല്ലേ. മെഡിക്കൽ എന്തായിക്കോട്ടെ, MBBS ആയിക്കോട്ടെ, BDS ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേ BAMS ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളുണ്ട്. ഇതുകൂടാതെ ഒരുപാട് കോഴ്സുകളുണ്ട് കേട്ടോ. ഞാൻ എല്ലാം എടുത്ത് പറയാത്താണ്, ഞാൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് കാണിക്കാം. ഈ ഒരു കോഴ്സുകളിലേക്കാണ് നീറ്റ് വഴി പ്രവേശനം ലഭിക്കുക. അത് ഓർത്തോളുക. അല്ലാതെ MBBS മാത്രമല്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എടുക്കുക, അവിടെ ഒരുപാട് സ്റ്റുഡൻസ് MBBS പഠിക്കുന്നുണ്ടല്ലേ. ആ ഒരു വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടിയത്? ഏത് ടെസ്റ്റ് എഴുതിയിട്ടാണ് നോക്കുകയാണെങ്കിൽ ഈ നീറ്റ് എക്സാം എഴുതിയിട്ടാണ് അവർക്ക് അങ്ങോട്ട് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മളുടെ സംസ്ഥാനത്തുള്ള മെഡിക്കൽ കോളേജുകളിലേക്ക് നമ്മളുടെ സംസ്ഥാന സർക്കാർ ഇടപെട്ട് നടത്തുന്ന ഒരു പരീക്ഷ മൂലമാണ് പ്രവേശനം കിട്ടുന്നതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, ഇത് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് വരുന്നത്. ഈ ഏജൻസി ഇന്ത്യയിലുടനീളം ഒരൊറ്റ എക്സാം, അതായത് എല്ലാവർക്കും കൂടെ, എല്ലാ സ്റ്റുഡൻസിനും കൂടെ ഒരൊറ്റ എക്സാമാണ് നടത്തുന്നത്. ഈ റാങ്കുകളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മെഡിക്കൽ അനുബന്ധ ഡിഗ്രി കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കുക. ഇത് അറ്റൻഡ് ചെയ്യുന്നതാകട്ടെ 24 ലക്ഷത്തോളം പേരാണ്. ഇത് എത്ര സെൻറ്ററിൽ വെച്ചാണ് നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4000 മുതൽ 5000 വരെയുള്ള എക്സാം, പരീക്ഷാ കേന്ദ്രങ്ങളുണ്ടാവും. ഇനി ഇന്ത്യക്ക് പുറത്തും ഒരു 10-14 കേന്ദ്രങ്ങൾ ഉണ്ടാകാറുണ്ട്. ദുബായ്, മറ്റ് GCC കൺട്രീസിലൊക്കെ ആയിട്ട് കേന്ദ്രങ്ങൾ വരാറുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം നോക്കുവാണെങ്കിൽ ഇത്രയും വിദ്യാർത്ഥികൾ ഒരൊറ്റ ചോദ്യ പേപ്പർ ആൻസർ ചെയ്യുന്ന മഹത്തായ, ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന എക്സാംസിൽ ഒന്നാണ് നീറ്റ് എന്നുള്ളത്. അത്രത്തോളം സുപ്രധാനവും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പരീക്ഷ കൂടിയാണ് നീറ്റ്. വർഷം 2018 വരെ ഈ പരീക്ഷ നടത്തിയിരുന്നത് CBSE ആയിരുന്നു. വർഷം 2019 മുതലാണ് സർക്കാർ ഏജൻസി ആയിട്ടുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇതിൻ്റെ നടത്തിപ്പ് ഏറ്റെടുക്കുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രൂപീകൃതമാകുന്നത് വർഷം 2017 കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഈ ഒരു ഏജൻസി രൂപീകൃതമാകുന്നത്. പക്ഷേ അതൊരു ഓട്ടോണോമസ് ഏജൻസിയാണ്, സ്വയം ഭരണമുള്ള ഏജൻസിയാണ്. അതിന് സ്വയമായിട്ട് തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ രീതികളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഈ ഏജൻസി നീറ്റ് പരീക്ഷ മാത്രമല്ല നടത്തുന്നത്. ഞാൻ സൈഡിൽ സ്ക്രീൻഷോട്ട് കാണിക്കാം. ഒരുപാട് പ്രധാനപ്പെട്ട എക്സാംസ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് JEE അല്ല, ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിൻ്റെ മെയിൻസ്. അതായത് ആദ്യത്തെ ഘട്ടം ഇവരാണ് നടത്തുന്നത്. പിന്നീട് നോക്കുവാണെങ്കിൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, ഗ്രാജുവേറ്റ് ഫാർമസി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് എൻട്രൻസ് ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ NTA ആണ്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ കാര്യത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ നടക്കുന്ന പ്രശ്നം എന്താണ്? ട്വിറ്ററും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയൊക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നീറ്റ് എക്സാം സ്കാം, നീറ്റ് എക്സാം സ്കാൻഡൽ, നീറ്റ് എക്സാം തട്ടിപ്പ്, നീറ്റ് എക്സാം റദ്ദാക്കുക, വീണ്ടും എക്സാം നടത്തുക, റീവാലുവേഷൻ നടത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ പലതരത്തിൽ അതിനെതിരായിട്ട്, അതായത് നിലവിലെ 2024 നടന്നിട്ടുള്ള നീറ്റ് എക്സാമിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ പ്രതിഷേധങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സിലെ ട്യൂട്ടേഴ്സും സ്ഥാപകരും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് റീകണ്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത് എല്ലാ പേപ്പറും പുനർമൂല്യനിർണ്ണയം നടത്തണം എന്നൊക്കെയാണ് അവരുടെ അവകാശവാദങ്ങൾ അല്ലേ. അപ്പോൾ എന്താണ് പ്രശ്നം നോക്കുകയാണെങ്കിൽ എല്ലാ വർഷത്തെ പോലെയും വർഷം 2024 നീറ്റ് പരീക്ഷ നടത്തിയാണ്. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പരീക്ഷകളിലൊന്നാണ് നീറ്റ് എന്നുള്ളത് അല്ലേ.
അത് നടക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇതിൻ്റെ റിസൾട്ട് എല്ലാവരും ഏകദേശം എക്സ്പെക്ട് ചെയ്തിരുന്നത് ജൂൺ 14 പക്ഷേ ലോക്സഭ ഇലക്ഷൻ റിസൾട്ട് പുറത്തു വരുന്ന അതേ ജൂൺ 4 നീറ്റ് എക്സാം റിസൾട്ടും പബ്ലിഷ് ചെയ്യണം. ഓക്കെ, അതിൽ നമുക്ക് പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ പ്രശ്നമൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ നമ്മൾ നീറ്റ് പരീക്ഷയുടെ ഒരു മാതൃക മനസ്സിലാക്കേണ്ടതുണ്ട്. 3 മണിക്കൂർ 20 മിനിറ്റ് നീളുന്ന ഈ പരീക്ഷയിൽ ഉള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് 180 ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യത്തിനും ഓപ്ഷൻ എ ബി സി ഡി എന്ന് കാണും. നമുക്ക് അത് കൃത്യമായിട്ടുള്ള ഉത്തരം ഏതാണോ അത് നമ്മളുടെ ആൻസർ ഷീറ്റിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം, ഇങ്ങനെ ബബിൾ കറുപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണ് MCQ ക്വസ്റ്റ്യൻസ് ആണ് ഇതിലെല്ലാം വരിക. ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്കായിരിക്കും ലഭിക്കുക. ഇനി ഒരു ചോദ്യം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാതെ വിടാം, അത് അറിയത്തില്ലെങ്കിൽ വെറുതെ ഒന്നും കറുപ്പിക്കാൻ നിൽക്കണ്ട. പക്ഷേ നിങ്ങൾ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ, പക്ഷേ നിങ്ങൾക്ക് തെറ്റി നിങ്ങൾ ഓപ്ഷൻ ബി എന്ന് ചുമ്മാ കറക്കി കുത്തി വിടുകയാണ്, അല്ലെങ്കിൽ അത് തെറ്റാണ്, നിങ്ങൾക്ക് അറിയില്ല അതാണെന്ന് ഉദ്ദേശിച്ച് അത് മാർക്ക് ചെയ്യുകയാണ്, നിങ്ങൾക്ക് 1 മാർക്ക് മൈനസ് ആണ്. നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം കൂടെ ഈ ഒരു എക്സാമിലുണ്ട്. ഒരെണ്ണം കറക്റ്റായിട്ട് ആൻസർ ചെയ്യുവാണെങ്കിൽ 4, ഒരെണ്ണം തെറ്റിച്ച് ആൻസർ ചെയ്യുവാണെങ്കിൽ -1. ഇതാണ് മാർക്ക് സ്കീം വരുന്നത്. അതായത് 180 ചോദ്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുവാണെങ്കിൽ ആ പരീക്ഷയുടെ മൊത്തം മാർക്കായിട്ടുള്ള 720 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ പരീക്ഷ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അത്രത്തോളം പാടാണ്. അതുകൊണ്ട് തന്നെ വർഷം 2020 ഫുൾ മാർക്ക് കിട്ടിയിട്ടുള്ളത്, അതായത് 720 കിട്ടിയ ആരും തന്നെ ഇല്ലായിരുന്നു. 2023 2 പേരുണ്ടായിരുന്നു. ഇനി 2024 വരുവാണെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും ടഫസ്റ്റ് എക്സാംസിൽ ഏറ്റവും കഠിനമായിട്ടുള്ള പരീക്ഷകളിലൊന്ന് അതായത് 0, 2, 1 ഈ റേഞ്ചിലൊക്കെയാണ് ഫുൾ മാർക്ക് കിട്ടുന്നവർ ഉണ്ടാകുക. പക്ഷേ 2024 വന്നപ്പോഴേക്കും എത്ര പേർക്ക് ഫുൾ മാർക്ക് 720 720 കിട്ടിയെന്നറിയാവോ? 67 പേർക്ക്. 67 പേർക്ക് 720 720 മാർക്കും കിട്ടുകയാണ്. ഇതെങ്ങനെ സാധ്യമായി? ഇതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്നുള്ളത്. ഇനി മറ്റൊന്ന് പറഞ്ഞോട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ 67 പേരുണ്ടല്ലോ, ഈ 67 പേരിൽ 6 പേരും ഒരേ പരീക്ഷാ കേന്ദ്രത്തിൽ നിന്ന് എഴുതിയവരാണ്, എക്സാം അറ്റൻഡ് ചെയ്തവരാണ്. 67 പേർക്ക് മുഴുവൻ മാർക്കും കിട്ടിയെന്ന് പറയുമ്പോൾ അത് വളരെയേറെ സംശയമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. അതിനപ്പുറം സംശയം കൂട്ടിയതാണ് ഇതിൽ 6 പേരെന്ന് പറയുന്നത് ഒരേ എക്സാം സെൻറ്ററിൽ പരീക്ഷ എഴുതിയവർ, ഒരേ പരീക്ഷാ കേന്ദ്രത്തിലായിരുന്നു ഈ 6 പേരും പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനി ആ ഒരു കേന്ദ്രത്തിൽ തന്നെ എഴുതിയിട്ടുള്ള 2 പേർക്ക് മറ്റൊരു പ്രശ്നമാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് അവർക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് എത്രയാണെന്നറിയാവോ? 718 719. ഇതൊരിക്കലും വരാൻ പാടില്ല. കാരണം എന്താണ്? നിങ്ങൾ ആ ഒരു മാർക്കിംഗ് സിസ്റ്റം ഒന്ന് കണക്കൂട്ടി നോക്കിയായിരുന്നു? ഇല്ലെങ്കിൽ ഞാൻ പറയാം. 180 ചോദ്യത്തിനും കൃത്യമായിട്ട് നിങ്ങൾ ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ, മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് 4 മാർക്ക് വെച്ച് ഫുൾ മാർക്കും 720 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. 720 കിട്ടുന്നതിൽ ഒരാൾക്കോ രണ്ടാൾക്കോ കിട്ടുന്നതൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. അതിൽ വലിയ പ്രശ്നം കാണാൻ പറ്റൂല അല്ലേ? ഇനി തൊട്ട് താഴെ കിട്ടുന്ന മാർക്ക് എത്രയായിരിക്കും? അതിനുള്ള സാധ്യത എത്രയാണെന്ന് നോക്കുവാണെങ്കിൽ 716 717 718 719 ഇതൊരിക്കലും വരാൻ പാടില്ല. കാരണം 180 ചോദ്യത്തിൽ നിങ്ങൾ 179 ചോദ്യത്തിനും കൃത്യമായിട്ട് ഉത്തരം നൽകുകയാണ്. അതായത് 179 × 4 716. അപ്പോൾ മറ്റേ ചോദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നില്ല, അത് വെറുതെ വിടുകയാണ്. ഇനി മറ്റേ അവസാനത്തെ, അതായത് 180ാമത്തെ ചോദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണ്, പക്ഷേ തെറ്റിച്ചാണ് ഉത്തരം ഇട്ടിട്ടുള്ളത്. അപ്പോൾ 1 മാർക്ക് കുറയാം. അപ്പോൾ 716 ആകാം, ഇവിടെ 1 മാർക്ക് കുറഞ്ഞ് 715 നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഏറ്റവും കൂടിയത് നീറ്റ് മാർക്കിന് ഒന്നെങ്കിൽ 720 അല്ലെങ്കിൽ 716. ഇതിനിടയിലുള്ള നമ്പറുകളൊന്നും വരാൻ പാടില്ല. പക്ഷേ ഈ നീറ്റ് പരീക്ഷയ്ക്ക് 2 പേർക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് എത്രയാണെന്നറിയാവോ? 718 719. അതും ഇവരും മറ്റേ 6 പേർക്ക് ഒരുമിച്ച് ഫുൾ മാർക്ക് കിട്ടിയില്ല, അതേ എക്സാം സെൻറ്ററിൽ അറ്റൻഡ് ചെയ്തവരാണ്. ഇങ്ങനെ വന്നപ്പോഴേക്കും ഭയങ്കര പ്രശ്നമായി. ഇതൊന്നും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മറ്റ് എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഓൺലൈനായിട്ട് തീർക്കുകയാണ്. അപ്പോൾ ഇതിനൊരു മറുപടിയായിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറഞ്ഞൊരു കാര്യമുണ്ട്. കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തു. നീറ്റ് എക്സാമിന് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നത് എന്തിനാ? അതായത് കുട്ടികൾ പരീക്ഷ ഹാളിൽ വന്നിരിക്കുകയാണ്, കൃത്യമായിട്ട് ടൈമിംഗ് ഉണ്ട് ഇതിന്. 3 മണിക്കൂർ 20 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുടങ്ങുന്ന സമയം കാണും, കൃത്യം തീരുന്ന സമയം കാണും. അതിലപ്പുറത്തേക്ക് 1 ഇഞ്ചോ അങ്ങനെയൊന്നും പോകാൻ പാടില്ല. പക്ഷേ ഇൻവിജിലേറ്റേഴ്സിൻ്റെ, അതായത് ആ ഒരു പരീക്ഷാ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന അധ്യാപകനോ അധ്യാപികയോ ഒക്കെ ഉണ്ടാകുമല്ലോ, അവരുടെ താമസം കൊണ്ട് അവർ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കാൻ, ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് താമസിച്ചായിരിക്കും, അവർ പതുക്കെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയത് താമസിച്ചാണ്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് നഷ്ടം വന്നെന്ന് വയ്ക്കുക. ഈ ഒരു നഷ്ടവുമായി ബന്ധപ്പെട്ട് ചില വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ, അതായത് ഈ ഒരു വിദ്യാർത്ഥികൾക്ക് അധ്യാപകരുടെ ഭാഗത്ത് നിന്ന്, ഇൻവിജിലേറ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച തെറ്റ് കാരണം, ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കാൻ വൈകിയത് കാരണം ഒരു 10-15 മിനിറ്റ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഗ്രേസ് മാർക്ക് കൊടുത്തതെന്നാണ്
ഈ ഒരു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഭാഗത്തു നിന്നുള്ള വാദം. മറ്റൊന്ന്, ഇത് പബ്ലിഷ് ചെയ്ത ഡേറ്റ് ജൂൺ 4 ഇപ്പോൾ നിങ്ങൾക്ക് അത് ആദ്യം കേട്ടപ്പോൾ വലിയ അത്ഭുതം തോന്നിയിട്ടുണ്ടാകത്തില്ല. പക്ഷേ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അതായത് രാജ്യം മൊത്തം ഇലക്ഷൻ റിസൾട്ടിനെ പറ്റി മാത്രം ചർച്ച ചെയ്യുന്ന ഒരു ദിവസം ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരധികം ഇത് വിവാദമാക്കത്തില്ല, അല്ലെങ്കിൽ ആ ഒരു ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ ചൂടിൽ ഇതെല്ലാം മുങ്ങിപ്പോകുമെന്ന് അവർ വിചാരിച്ച് കാണില്ലേ എന്നുള്ളതാണ് മറ്റൊരു വാദം. ഇനി മറ്റൊരു വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അന്വേഷിച്ചത് മനസ്സിലാകുന്നില്ല, ആധികാരികതയില്ല. ഒരുപാട് പേര് ടെലഗ്രാമിൻ്റെ സ്ക്രീൻഷോട്ടുകളും സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഇതിന് മുമ്പേ ലീക്കായി എന്നും പറഞ്ഞ് പലരും സ്ക്രീൻഷോട്ട് ഇട്ടിരിക്കുന്നത് 50 ലക്ഷം തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ഓരോ ഏജൻറ്റുകളൊക്കെ പറയുന്ന സ്ക്രീൻഷോട്ടുകളാണ്. പിന്നീട് ക്വസ്റ്റ്യൻ പേപ്പറിന് തോന്നിക്കുന്ന വേറെ ഡേറ്റിലുള്ള സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തുക പ്രയാസമാണ്. അതുകൊണ്ട് ഇത് മാത്രം നമുക്ക് അവിടെ 50-50 ആയിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ ഒരു ആരോപണമായിട്ട് മാത്രം വയ്ക്കാം. പക്ഷേ ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. അത് റാങ്ക് ലിസ്റ്റാണ്. ഈ 67 പേർക്ക് 720 മാർക്ക് കിട്ടിയെന്നുള്ള സത്യമാണ്. 718, 719 എന്ന് പറയുന്ന ഒരിക്കലും നീറ്റ് എക്സാമിൻ്റെ മാർക്കായിട്ട് വരാൻ പാടില്ലാത്ത സംഖ്യകൾ, നമ്പറുകൾ അതിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. എന്നിട്ട് NTA അവർ ചോദിച്ചപ്പോൾ പറയുവാണ്, മറ്റേ സുപ്രീം കോടതിയിൽ ഉത്തരവുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഗ്രേസ് മാർക്ക് കൊടുത്തെന്ന്. എത്ര നിസ്സാരമായിട്ടാണ് ഇത് പറയുന്നത്? എന്ത് അധികാരമാണ് അവർക്ക് ഇങ്ങനെ ചെയ്യാനുള്ളത്? ഇത് 24 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇത് പഠിക്കുന്ന എങ്ങനെയെന്ന് കണ്ടിട്ടുണ്ടോ ഇവർ? നമ്മുടെ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ഊണുമുറക്കം ഉപേക്ഷിച്ച് പഠിക്കുക എന്നൊക്കെ. അല്ലേ, ലിറ്ററലി ശരിക്കും അങ്ങനെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ കേരള എൻട്രൻസ് എഴുതിയിട്ടുണ്ടായിരുന്നപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ അന്നത്തെ ഏറ്റവും വലിയ ഒരു എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. അപ്പോൾ നമുക്കറിയാം അവിടുത്തെ വിദ്യാർത്ഥികളുടെ അവസ്ഥ. അവിടെയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. ഇവർ റിപ്പീറ്റ് ചെയ്യും. ആദ്യത്തെ അറ്റംപ്റ്റിൽ കിട്ടുന്നത് വളരെ കുറച്ച് പേരായിരിക്കും. അപ്പോൾ ഇവർ 1 വർഷം കളഞ്ഞ് 2 വർഷം 3 വർഷമൊക്കെ നിൽക്കുന്നവരുണ്ട്. ഇവർ പുറം ലോകം കാണാതെ ക്ലാസ് മുറി മാത്രം, സോഷ്യൽ മീഡിയ കാര്യങ്ങൾ ഒന്നുമില്ല, അതിലേക്ക് ഹോമിച്ച് മാത്രം പഠിച്ച് നേടുന്ന ഒന്നാണ് ഈ നീറ്റ് പരീക്ഷ എന്നുള്ളത്. നീറ്റ് മാത്രമല്ല കേട്ടോ, JEE മെയിൻസ് ഉണ്ട്, അതിനപ്പുറം JEE അഡ്വാൻസ്ഡ് ഉണ്ട്, അത് IIT-ലേക്കുള്ള എക്സാംസ് ആണ്. അതിനൊക്കെ നമ്മളുടെ പല വിദ്യാർത്ഥികൾ, നമ്മളെ തന്നെ സുഹൃത്തുക്കൾ ഇതിനൊക്കെ കോച്ചിങ്ങിൽ നിന്ന് പഠിക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട്, അത്രയും പുറം ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ലാതിരുന്ന് പഠിച്ച് കഷ്ടപ്പെട്ട് മറ്റു കുട്ടികൾ നേടുമ്പോൾ ഇവിടെ അസംഭവ്യമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷകൾ അത്രത്തോളം സുതാര്യമാണെന്ന് അവകാശപ്പെടുന്ന സമയത്ത് ഇവർ 67 പേർക്ക് ഫുൾ മാർക്ക് കൊടുത്തിരിക്കുന്നു. ഇതെങ്ങനെ സാധിച്ചു? പഠിച്ച് ഫുൾ മാർക്ക് മേടിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, അവരെ വില കുറച്ച് കാണുകയല്ല പറയുന്നത്, ഇതിൽ തന്നെ പഠിച്ചു മേടിച്ചവരുണ്ടാവും. പക്ഷേ ഇത്ര എല്ലാവർക്കും കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നല്ല. NTA വിദ്യാർത്ഥികളോട് ചെയ്യുന്നത് ചതിയാണ്, വഞ്ചനയാണ്, അവരുടെ ജീവനെ വെച്ച് കളിക്കുകയാണ്. ഇതിനോടകം തന്നെ ഏതോ 2 വിദ്യാർത്ഥികൾ, സ്റ്റുഡൻസ് നീറ്റ് എഴുതിയിട്ടുള്ളവർ സൂയിസൈഡ് ചെയ്തെന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇത്രത്തോളം സുതാര്യമായിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷന്, ഒരു ഏജൻസിക്ക് രൂപം കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തൊരു തരത്തിലേക്ക് തരം താഴ്ന്നിരിക്കുകയാണ് NTA എന്ന് വ്യക്തമായിട്ട് എടുത്ത് പറയേണ്ടി വരും. എന്നിട്ട് സിമ്പിളായിട്ട് മറ്റേ സുപ്രീം കോടതി കേസ് കൊടുത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഗ്രേസ് മാർക്ക് കൊടുത്തെന്ന്. എത്ര പേർക്ക് കൊടുത്തു? എത്ര ഗ്രേസ് മാർക്ക് വെച്ച് കൊടുത്തു? മിനിറ്റ്, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കാൻ വൈകി എന്നുള്ള കാരണമാണല്ലോ പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കാൻ വൈകിയ ഓരോ മിനിറ്റിനും എത്ര മാർക്കാണ് കൊടുത്തത്? 5 മിനിറ്റ് വൈകിയാൽ എത്ര മാർക്ക്? 10 മിനിറ്റ് വൈകിയാൽ എത്ര മാർക്ക്? ഇതിനൊക്കെ പ്രൂഫ് എവിടെ? എത്ര വിദ്യാർത്ഥികൾക്ക് കൊടുത്തിട്ടുണ്ട്? അത് കൃത്യമായിട്ട് പറയുക. ഇതൊന്നും പറഞ്ഞിട്ടില്ല. എത്ര വിദ്യാർത്ഥികൾ കൊടുത്തുന്നോ ഇതിൻ്റെ മാർക്കിംഗ്, അതായത് ഗ്രേസ് മാർക്ക് കൊടുക്കുന്ന അതിൻ്റെ സ്കീം എങ്ങനെയാണെന്നോ, അതായത് 1 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ ഇത്രയും മാർക്ക്, 2 മിനിറ്റ് വൈകിയാൽ 10 മിനിറ്റ്, അതൊന്നും പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ പ്രൂഫ് എവിടെയെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ത്യയിലുടനീളം എത്ര വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. ഇനി ഇത്ര ലേറ്റ് ആയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും കോടതിയെ സമീപിച്ചു, അതായത് കോടതിയെ സമീപിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇൻവിജിലേറ്റേഴ്സ്. അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ എക്സാം കേന്ദ്രങ്ങളിലെ സ്റ്റുഡൻസിന് കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടില്ല. ഇനി ഒരു കേന്ദ്രത്തിൽ മാത്രം 500ഓളം വരുന്ന സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യും, അവർക്ക് എല്ലാവർക്കും നിങ്ങൾ മാർക്ക് കൊടുത്തിട്ടുണ്ടോ? ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇതൊന്നും വ്യക്തമല്ല, യാതൊരുവിധ ക്ലാരിറ്റി ഇല്ല. മറ്റേ സുപ്രീം കോടതിയിൽ കേസ് പോയി മക്കളെ, അതുകൊണ്ട് ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നു. ഇതല്ലാണ്ട് ഒരു ക്ലാരിറ്റി, 0 ക്ലാരിറ്റിയിൽ അവരൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നീറ്റ് പരീക്ഷയിൽ 1 മാർക്ക് എന്നുള്ളത്, 1 മാർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റാങ്ക് മാറാൻ പോകുന്നത് 1000 അപ്പുറത്തേക്കായിരിക്കും. പക്ഷേ ഈ 2023 നിന്ന് 2024 വരുമ്പോഴേക്കും റാങ്ക് വ്യത്യാസം എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ. അതായത് 2023 നീറ്റിന് 555, അറൗണ്ട് 555 മാർക്ക് മേടിച്ചൊരു വ്യക്തിക്ക് കിട്ടുന്ന റാങ്ക്, അത് ഒരാളുടെ റാങ്കാണ്, 60,000 എന്ന് മനസ്സിൽ വെച്ചോളുക. ഓക്കെ, 555 മേടിച്ചൊരു വ്യക്തിക്ക് 60,000 റാങ്ക് കിട്ടി. അത് ഈ ഒരു 2024 വന്നപ്പോഴേക്കും അവൻ്റെ റാങ്ക് 1,34,000 ആയി. അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് റിപ്പീറ്റിന് പോകാം എന്നല്ലാതെ
ഒരു കാര്യമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെടില്ലേ? ഇനി പോട്ടെ, 700 മാർക്ക് അതെന്നൊക്കെ പറയുന്നത് വളരെ ടോപ്പായിട്ടുള്ള മാർക്കാണ്. 720 700 പഠിച്ചു മേടിക്കുക എന്ന് പറയുന്നതല്ലേ. കഴിഞ്ഞ വർഷം 700 കിട്ടിയ ഒരാളുടെ റാങ്ക് എത്രയാണെന്ന് അറിയാമോ? 324 റാങ്ക്. ഇത്രയും ലക്ഷക്കണക്കിന് 24 ലക്ഷം പേര് ഇരുന്നതിൽ 324 റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പരീക്ഷയിലേക്ക് വന്നപ്പോഴേക്കും ആ റാങ്ക് 2200 ആ ഒരു റേഞ്ചിലേക്ക് വരികയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഇനി ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനുണ്ട്. ഇത്രയും റാങ്കാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അതായത് 720 മാർക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ നിൽക്കുകയാണ്. അവരൊന്നും പഠിച്ചെഴുതി മേടിച്ചാണെങ്കിൽ പ്രശ്നമില്ല, കഷ്ടപ്പെട്ട് മേടിച്ചാണെങ്കിൽ ആർക്കാ പ്രശ്നം? ഒരു പ്രശ്നമില്ല, അഭിനന്ദനങ്ങൾ മാത്രമല്ലേ. പക്ഷെ അല്ല, 67 പേർക്ക് 720 അഥവാ മുഴുവൻ മാർക്ക്, 2 പേർക്ക് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത 718 719 എന്നൊക്കെയുള്ള മാർക്ക്. ഈ ഒരു 6ഉം 2ഉം 8 പേര് ഒരേ എക്സാം സെൻറ്ററിൽ നിന്നായിരുന്നു. ഇതൊക്കെ സംഭവിക്കുകയാണ്. ഇതെല്ലാം മറയ്ക്കാൻ വേണ്ടി, അതായത് പ്രശ്നങ്ങളെല്ലാം മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റിസൾട്ട് ജൂൺ 4-ാം തീയതി, അതായത് ലോക്സഭ ഇലക്ഷൻ റിസൾട്ടിൻ്റെ അന്നും പബ്ലിഷ് ചെയ്യുകയാണ്. അതായത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ 1 വർഷവും 2 വർഷവും ഒക്കെ കഷ്ടപ്പെട്ട് റിപ്പീറ്റ് ചെയ്ത് ഒരു മുറിയിൽ തന്നെ ക്ലാസ് വിട്ടാലും മുറി വിട്ടാൽ ക്ലാസ് എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയ ആയിട്ടോ പുറം ലോകമായിട്ടോ യാതൊരു ബന്ധവും ഇല്ലാതെ മരിച്ചു പഠിച്ചവർക്ക്, ഊണും ഉറക്കവും ഒക്കെ ഉപേക്ഷിച്ച് പഠിച്ച 24 ലക്ഷത്തോളം വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അതിൻ്റെ പകുതി പേരെങ്കിലും അങ്ങനെ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ സ്റ്റുഡൻസിനെ എല്ലാം ഒന്നടങ്കം ചതിച്ചിരിക്കുകയാണ്. അവരോട് ചെയ്യാൻ പറ്റുന്ന, ഒരു രാജ്യത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ വഞ്ചനയായി മാറിയിരിക്കുകയാണ് ഈ നീറ്റ് എക്സാം എന്ന് പറയേണ്ടി വരും. എങ്ങനെ സാധിക്കുന്നു? വളരെ സങ്കടമുണ്ട്. കാരണം നമ്മളും കേരള എൻട്രൻസും JEEയും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നമ്മളെല്ലാവരും. നമുക്കറിയാം ഇതിൻ്റെ നടത്തിപ്പും കാര്യങ്ങളും, അതിൻ്റെ പാറ്റേണും, അതിനകത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കഷ്ടപ്പാടും എല്ലാം അറിയാം, വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാനും കേരള എൻട്രൻസ് എഴുതിയിട്ടാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഒരു കാലം. പക്ഷേ വ്യത്യാസം എന്തെന്നാൽ കേരള എൻട്രൻസ് എക്സാം നടത്തുന്നത് കേരള കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാം ആണ്. അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് അത് വരുന്നത്. ഇനി JEE മെയിൻസ് നടത്തുന്നത്, ഇപ്പോൾ നിലവിൽ നടത്തുന്നത് ഈ NTA തന്നെയാണ്. ഇനി JEE അഡ്വാൻസ് നടത്തുന്നതും വേറൊരു ഏജൻസിയാണത്. ഈ IIT ഒക്കെ ആയി ബന്ധപ്പെട്ട IITയുടെ ഒരു ഗ്രൂപ്പൊക്കെയാണ് അത് JEE അഡ്വാൻസ്ഡ് എക്സാം നടത്തുന്നത്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. എന്തായാലും ഇതിൻ്റെ സൊല്യൂഷൻ എന്താ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരിക്കലും ടെക്നിക്കലി എനിക്ക് പറയാൻ പറ്റില്ല ഇത് റീകണ്ടക്ട് ചെയ്യണം, ആയിട്ട് നടത്തണം, വീണ്ടും നടത്തണം എന്ന് പറയുന്നത് അത്രത്തോളം പ്രായോഗികമായിട്ടുള്ള ഒന്നല്ല. കാരണം ഈ 2 വർഷത്തോളവും ഒക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് വിദ്യാർത്ഥികൾ അവരിപ്പോഴായിരിക്കും ഒന്ന് നേരെ ശ്വാസം വിടുന്നത്, ഇപ്പോഴായിരിക്കും അവരുടെ മെൻ്റൽ സ്റ്റേറ്റ് ഒക്കെ നോക്കേ വരുന്നുണ്ടാകുക അല്ലേ. അവരെ വീണ്ടും വലിയൊരു മെൻ്റൽ ട്രോമയിലേക്ക്, അതായത് എക്സാം നടത്തുക എന്ന് പറയുമ്പോൾ വീണ്ടും പ്രിപ്പയർ ചെയ്യണം, വീണ്ടും പഴയ പോർഷനെല്ലാം കവർ ചെയ്യണം ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ. അവരെ അത്രയും വലിയ മെൻ്റൽ ട്രോമയിലേക്ക് ഒരിക്കലും തള്ളി വിടരുത്. അത് ശരിയായിട്ടുള്ളതല്ല. അതുകൊണ്ട് വീണ്ടും പരീക്ഷ നടത്തുക എന്ന് പറയുന്നത് വളരെ വിഡ്ഢിത്തരമായിട്ടുള്ള വാദമാണ്. എനിക്ക് പേഴ്സണലി, ഞാൻ വ്യക്തിപരമായിട്ടുള്ള ഒന്നാണ് കേട്ടോ പറഞ്ഞത്, ആ വിദ്യാർത്ഥികളുടെ അവസ്ഥ ഓർത്തിട്ട്. അതായത് പഠിച്ച പരീക്ഷ എഴുതി, അതായത് 2 വർഷമൊക്കെ കഷ്ടപ്പെട്ടല്ലേ, 3 വർഷം കഷ്ടപ്പെട്ടൊക്കെ എഴുതിയവരെ വീണ്ടും ഒരു ട്രോമയിലൂടെ കടത്തിവിടുന്ന ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇവിടെ എന്താണ് ചെയ്യാൻ പറ്റുക? എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്, ഈ ഒരു എക്സാം പേപ്പറുകൾ പുനർമൂല്യനിർണ്ണയം നടത്തുക, റീവാലുവേഷൻ നടത്തുക. ഇനി എത്ര പേർക്കാണ് ഗ്രേസ് മാർക്ക് കൊടുത്തത്, എത്ര മിനിറ്റാണ് താമസിച്ചത്, എത്ര മിനിറ്റ് താമസിക്കുമ്പോൾ, അതായത് താമസിക്കുന്ന ഓരോ മിനിറ്റുമാണ് മാർക്ക് കൊടുക്കുന്നത്, ഈ ഒരു ക്രൈറ്റീരിയയും അവരുടെ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ പബ്ലിഷ് ചെയ്യുക. അവിടെ ആ ഒരു എക്സാം സെൻറ്ററിൽ നിന്ന് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അന്ന് തന്നെ ആ ഒരു ഇൻവിജിലേറ്റർ അങ്ങനത്തെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടാകും, മെയിലായിട്ടോ ലെറ്ററായിട്ടോ വല്ലതൊക്കെ. അത് ഡേറ്റ് ചെയ്തിട്ടുള്ള തെളിവുകൾ കാണിക്കുക. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. അത് വെച്ചിട്ട് പരിശോധിക്കുക, ഇവർക്ക് ഇത്രയും ഗ്രേസ് മാർക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ, അത് ഒന്നുകൂടെ റീവാലുവേറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ നടത്തുക. അല്ലാണ്ട് ഒരിക്കലും സാധ്യമല്ല. ഈ ഒരു റിസൾട്ട് വെച്ചിട്ട് മുമ്പോട്ട് പോകാൻ, അഡ്മിഷൻ മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. കാരണം ഇവർക്കല്ലേ എയിംസിൽ അഡ്മിഷൻ കിട്ടും, ഈ ടോപ്പ് നിൽക്കുന്നവർക്കൊക്കെ തന്നെ. എയിംസിൽ തന്നെ ആകപ്പാടെ ഒരു 55 സീറ്റേ കാണത്തുള്ളൂ, അതിൽ എല്ലാവർക്കും കിട്ടത്തൊന്നുമില്ല. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചൊക്കെ ആയിരിക്കും അഡ്മിഷൻ കൊടുക്കുന്നത്. അത് പോട്ടെ. അപ്പോൾ ശരിക്കും പഠിച്ച് 1-ാം റാങ്ക് മേടിച്ച് എയിംസിലേക്ക് അഡ്മിഷൻ കിട്ടേണ്ടവന് അത്രയും പേർക്ക് വലിയ നഷ്ടമല്ലേ. ആ ഒരു 50 പേര് ആരായി? വെറും വിഡ്ഢികളായി പോയില്ലേ ഈ ഒരു റിസൾട്ട് വെച്ചിട്ടാണ് അഡ്മിഷൻ കൊടുക്കുന്നതെങ്കിൽ. അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുക, വീണ്ടും റിസൾട്ട് പബ്ലിഷ് ചെയ്യുക, മറ്റേ ഡാറ്റ ആർക്കൊക്കെ എത്ര മാർക്ക് ബോണസ് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ എക്സാം സെൻറ്ററിലാണ്, അതിൻ്റെ തെളിവ് പബ്ലിഷ് ചെയ്യുക. അന്ന് ആ ഒരു ഇൻവിജിലേറ്റർ ഈ ഒരു NTAക്ക് സമർപ്പിച്ചിട്ടുള്ള ഇത്രയും താമസിച്ചു എന്ന് അതിൻ്റെ തെളിവുകൾ ഉണ്ടാകുമല്ലോ, അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ ഉണ്ടാകുമല്ലോ, CCTV ഫുട്ടേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പബ്ലിഷ് ചെയ്യുക. അല്ലാണ്ട് രക്ഷയില്ല. അല്ലാണ്ട് ഈ റിസൾട്ട് വെച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് പറ്റുന്നൊന്നല്ല. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ. വിശ്വാസം മടപ്പലി സൈനിങ് ഔട്ട്.